Hi friends, welcome back to my channel Homemade Happiness by Eva. അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഫിഷ് മോളിയാണ്. So let's move on to video. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ആവോലിയാണ് കേട്ടോ. ഒരു 3-4 ആവോലി നമ്മൾ നന്നായിട്ട് കഴുകി ഫ്രഷ് ആക്കിയിട്ട് എടുക്കണം. അതിനുശേഷം നമ്മളിതൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് നമ്മളിത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യത്തിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ അതിലോട്ട് ഇതേ സവോള നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു വലിയ സവോള അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 2 ചെറിയ മീഡിയം സവോള ഒരു മീഡിയം സൈസ് സവോള എടുക്കാം. നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് നമ്മളിതേ ആ ചൂട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലോട്ട് ഇതേ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതായത് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ ഇതേ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ അതിലോട്ട് അല്പം ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതിലോട്ട് അല്പം വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ അതിലോട്ട് ഒരു 2-3 പച്ചമുളക് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കത് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് ചേർക്കേണ്ടത് നമ്മുടെ എല്ലാ കറിയിലും യൂസ് ചെയ്യുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് തക്കാളി തന്നെയാണ്. നമ്മൾ 2 തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് വീണ്ടും അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് വഴറ്റി വന്നതിന് ശേഷം നമ്മൾ അതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ രീതിക്ക് വഴറ്റി വന്നതിന് ശേഷം നമ്മൾ അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മൾ വഴച്ചെടുത്തതിന് ശേഷം അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പുളി പിഴിഞ്ഞ വെള്ളമാണ് കേട്ടോ. പുളി ചേർത്തിട്ടുള്ള വെള്ളമാണ്. നമ്മളൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അത് വെള്ളത്തിലിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടാണ് നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുത്തത്. അത് നമുക്ക് നന്നായിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കാം. അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്കത് കുറച്ച് നേരം അടച്ച് വെക്കാം. നന്നായിട്ട് തിളച്ച് വരണം. അല്പസമയത്തിന് ശേഷം നമ്മൾ വീണ്ടും തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ചതിലേക്ക് നമുക്കിത് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അതിലോട്ട് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അതിലോട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഫിഷ് എല്ലാം നന്നായിട്ട് ഇതുപോലെ ഭയങ്കര ക്ലീൻ ആക്കി കട്ട് ചെയ്തിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ നമ്മൾ അടച്ചു വെച്ച് കുറച്ച് കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള നമ്മളെ ഫിഷ് മോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റിയാണ്. ഞാൻ എല്ലാവരും ട്രൈ എന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പി ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ടാറ്റാ ബൈ. സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.